സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അതായത് പത്മകുമാറിൻ്റെ കാര്യം എന്തായി, പത്മകുമാറിൻ്റെ ടീമിൻ്റെയും കാര്യം എന്തായി, എല്ലാവരും മറന്നുപോയോ, അല്ല ആരും ഇപ്പം ഒരു ന്യൂസൊന്നും കാണുന്നില്ല, എല്ലാവരെയും വായ മൂടിക്കെട്ടിയോ, അല്ല എന്താണ് ആരും അന്വേഷിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഴയതങ്ങ് മറക്കും. അതാണ് നമ്മൾ മറക്കും. ഇനിയിപ്പോൾ ഈ പത്മകുമാറിനെയും അതുപോലെ അനുപമേനെയും ഇവരെയൊക്കെ ഓർമ്മ വരുന്നത് എപ്പോഴെന്നല്ലേ, അതായത് ഇതിൻ്റെ വിചാരണയും കാര്യങ്ങളൊക്കെ നടന്ന് ചിലപ്പോൾ തെളിവൊന്നുമില്ല എന്ന് കണ്ട് ഇവരെ ഒരു 2 വർഷമോ ഇല്ലെങ്കിൽ വെറുതെ വിടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സടകുടഞ്ഞെഴുന്നേറ്റ് പിന്നെ അതിനെതിരെയുള്ള പോരാട്ടമായിരിക്കും. കുറച്ച് ദിവസം മുമ്പ് ആ ഒരു വണ്ടിപ്പെരിയാർ കേസിൻ്റെ വിധി വന്നിന്. ആ വിധി വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു ഇതായിരുന്നു. എല്ലാവരും ഭയങ്കര രോക്ഷത്തോടു കൂടി പ്രതികരിച്ചിരിക്കുകയാണ്. പിന്നെ അവർ വേറെ കേസിന് പോകും, അതിന് റീആയിട്ട് ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ അതിൻ്റെ വഴിക്കങ്ങ് പോയി എന്നുള്ളതാണ്. 2 ദിവസം മുമ്പ് ആ കുട്ടിയുടെ അച്ഛനെയും മുത്തച്ഛനെയും ആരോ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വലിയൊരു വാർത്തയേ ആക്കിയില്ല കേരളത്തിൽ. അതൊന്നും വാർത്തയാക്കിയില്ല. അതൊക്കെ ശരിക്കും നല്ല വാർത്തയാക്കേണ്ട ഒരു കേസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അവർക്ക് ആ അച്ഛനെയും അമ്മേനെയും ഓർക്കാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അവർക്ക് മർദ്ദനവും കൂടി ഏറ്റുകഴിഞ്ഞാൽ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇപ്പോൾ മഞ്ജു ടീച്ചറാണ്, നമ്മളെല്ലാവരും മറന്ന പോലെയാണ്. മഞ്ജു ടീച്ചർ ഇനിയിപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ മഞ്ജു ടീച്ചറുടെ കേസൊക്കെ മാറിയിട്ട് മഞ്ജു ടീച്ചർ ഇങ്ങനെ ഇറങ്ങി വരും. അത്രയേ ഉള്ളൂ, മനസ്സിലായ? ഇപ്പോഴും നമ്മളെല്ലാവരും ഗോപിനാഥ് മുതുകാടിൻ്റെ ഈ ഒരു പ്രശ്നം കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അത് പോരാ. എൻ്റെ അഭിപ്രായത്തിന് നമ്മളത് മാത്രം ചെയ്താൽ പോരാ. നമ്മളിത് എപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. കാരണം ഈ തട്ടിക്കൊണ്ടുപോകൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്നും കാണാമറിയത്തുണ്ട്. അവരൊക്കെ എവിടെ പോയി എന്തായി എന്നൊന്നും നമുക്കറിയില്ല. അവരുടെയൊക്കെ കുടുംബങ്ങൾ ഇന്നും കണ്ണീരോടുകൂടി ഇരിക്കുകയാണ്. എന്തിനധികം പറയുന്നു, ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓടിയെത്തുന്നൊരു മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഹുൽ എന്ന് പറയുന്ന ഒരു പയ്യൻ്റേതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് 26 വയസ്സോളം ആയിട്ടുണ്ടാകും ഇപ്പോൾ രാഹുലിന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ. ഒരു വിവരവും ഇല്ലല്ലോ. 8 വയസ്സിൽ പോയതാണ്. ആലോചിച്ച് നോക്കണം, 10-18 വർഷമായിട്ട് ഒരു വിവരവുമില്ല. ആ കുടുംബം സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും തകർന്ന് തരിപ്പണമായിട്ട് അദ്ദേഹം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു. ഈ രാഹുലിൻ്റെ അച്ഛൻ. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പത്മകുമാറിനെയും അനുപമയെയും അതുപോലെ ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ടീമിനെ പോലും ഇനി പുറം ലോകം കാണിക്കരുത്. ആ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ ആയുഷ്കാലം മുഴുവൻ അതായിരിക്കണം. അവർ പുറത്തു വന്ന് കഴിഞ്ഞാൽ ഇനിയും നമ്മൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ ചിലപ്പോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇത് എവിടെയോ ഒരു അദൃശ്യ ശക്തി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും പല സ്ഥലത്തും നമ്മൾ കുഞ്ഞുങ്ങളെ കാണുന്നില്ല, ഇന്ന സ്ഥലത്തു നിന്ന് കണ്ടുകിട്ടി. അതുപോലെ തന്നെ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞതിന് ശേഷവും ഞാൻ അന്നും ഇന്നും പറയുന്നത്, പല സ്ഥലത്തും പല തരത്തിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടുപോകുന്നത് പോലെയുള്ള നാടകം നടന്നിട്ടുണ്ട്. ആ നാടകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്രയും CCTVയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടും കൂടി നമുക്ക് പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വലിയ പരാജയം തന്നെയാണ്. ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകാൻ അത് കഴിഞ്ഞ് കുറച്ച് ഒരു 2 ആഴ്ച മുമ്പ് കോട്ടയത്തു നിന്നാണെന്ന് തോന്നുന്നു, അതുപോലെ പാലക്കാട് നിന്നൊരു പയ്യനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കി. എന്തുകൊണ്ടാണ് ഇവരെയൊന്നും പിടിക്കാത്തത്? ഈ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്നവന്മാർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പാടില്ല. കാരണം ഇവർ ചെയ്യുന്നത് ഒരാളെ അല്ല, അവരെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പരമ്പരയിൽ അങ്ങനെ അങ്ങ് പോകുന്ന ആ കുടുംബം മുഴുവൻ ഒരു തീരാ ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർക്ക് ഈ കുട്ടീനെ കിട്ടുന്നത് വരെ ഒരു സമാധാനവും അവർക്ക് ഉണ്ടാവില്ല. ആ രാഹുലിൻ്റെ അമ്മ, അച്ഛൻ, അവരുടെ വീട്ടുകാർ ഒരു സന്തോഷമായിട്ട് ഒരു സന്തോഷകരമായി ജീവിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഓരോ ദിവസവും ആ അമ്മയുടെ മുന്നിൽ ആ മകൻ ഊണ് കഴിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെ ഉണ്ടാകും, എന്ത് ചെയ്യുന്നുണ്ടാകും എന്നുള്ള ആ ഒരു വിഷമത്തോടു കൂടി ഇരിക്കുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കിയായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോഴില്ലേ ആ പത്മകുമാറിനില്ലേ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവാടുന്നത്. ഇതിറ്റങ്ങളെയൊക്കെ കാണുമ്പോൾ പുഴുത്ത പട്ടിയെ പോയില്ലെന്ന് തോന്നുന്നത്.
അത്രയും വലിയ തെണ്ടികൾ അവിടുന്ന്. പിടി കിട്ടിയോണ്ട് രക്ഷപ്പെട്ടു. പിടി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? പിടി കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ഇപ്പോഴും ആ ഒരു ഫാം ഹൗസും കാര്യങ്ങളൊക്കെ ദുരൂഹത തന്നെയാണ്. അതിൻ്റെ ഒന്നും ദുരൂഹത നീക്കാനോ ഇല്ലെങ്കിൽ ഈ പിന്നെ അബ്ഗൽ സാറേൻ്റെ സഹോദരൻ ബ്രദർ പറഞ്ഞതുപോലെ ഈ നാലാമൻ ഏതാണ്, വേറെ ആണുങ്ങളുണ്ട് എന്ന് പറയുന്നത് അതേതാണ്, ഓടിട്ട വീടുണ്ട് എന്ന് പറയുന്നത് ഇതേതാണ്, ഒന്നും ആർക്കും അറിയില്ല മക്കളെ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാലും കുറേ നാൾ കഴിയുമ്പോൾ അവർ പറയും വ്യക്തമായ തെളിവൊന്നുമില്ല എന്ന് അവർ പറയും മിക്കവാറും. ഇങ്ങനെ ഉണ്ടാവുകയാണെന്ന് ആദ്യം തന്നെ ഇവർ പിന്നെ എന്താ പറയേണ്ടത്, മറ്റേ ഇവരോട് ചോദിച്ചെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് പോലീസുകാർ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് ഇവരെ പിടിച്ചിട്ട് കൊണ്ടുവന്നപാട് മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് ഇപ്പം നല്ല സുഖിച്ച് ജീവിക്കലല്ലേ ജയിലിൽ. അച്ഛനൊരു സെല്ലിലുണ്ട്, അത് കുറച്ച് അപ്പുറത്താണെങ്കിലും അമ്മയും മകളും വീട്ടിൽ ജീവിക്കുന്നത് പോലെ സുഖമായിട്ട് ജീവിക്കുന്ന കുറച്ച് കുടുംബ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും യൂട്യൂബ് ചാനലിൽ നല്ല റവന്യൂ ഉണ്ടാവും. കാരണം ആ യൂട്യൂബ് ചാനലിൽ അന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കണ്ടിന് ഈ അനുപമേൻ്റെ എല്ലാ വീഡിയോസും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ മോണിറ്റൈസൊക്കെ ശരിയായിട്ട്. അപ്പോൾ എല്ലാം കൊണ്ടും പപ്പേട്ടനും കുടുംബത്തിനും വന്നു കഴിഞ്ഞാൽ ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കാം. അതായിരിക്കും ഉണ്ടാവുക മിക്കവാറും. അപ്പോൾ ഇപ്പോൾ പപ്പേട്ടൻ കുറച്ച് ദുഃഖത്തിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ പപ്പേട്ടൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒറ്റക്കായല്ലോ. പപ്പേട്ടൻ ഒറ്റക്കല്ലേ, മറ്റേ ജയിലിൽ കുഴപ്പമില്ല, അമ്മയും മകളുമാണ് കൂടെ. അമ്മയും മകളും ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കുറച്ച് പിന്നെ നമ്മുടെ സംസാരിച്ച് അങ്ങനെയൊക്കെ അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും ഈ കേസ് ഒരിക്കലും വിടാൻ പാടില്ല. എല്ലാവരും ഇതിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവരുടെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കണം. ഇവരുടെ മുഖം ഇതാണ് മക്കളെ, നിങ്ങൾ കുട്ടികളെയൊക്കെ കാണിച്ചു കൊടുക്കുക. അതാ ഇന്ന ആൾക്കാരാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന ആൾക്കാർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ടീമാണ്, ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് കാണിക്കണം. ഇവർക്കൊരിക്കലും മാപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ടീമുകൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. ഇവരറിഞ്ഞും കൊണ്ട് തട്ടിയെടുക്കുന്നതാണ്, പണത്തിന് വേണ്ടിയിട്ട് ഇവർ തട്ടിയെടുക്കുന്നതാണ്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ടീമിന് മാപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. വളരെയധികം സൂക്ഷിക്കണം. അതുകൊണ്ട് ഇവരിനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ അടുത്ത വീട്ടുകാർ വരെ പേടി സ്വപ്നത്തോടു കൂടിയായിരിക്കും ഇനി എല്ലാവരും ജീവിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഇവരെ വിശ്വസിക്കും? അതാണ്. അപ്പോൾ പിന്നെ എന്താ പറയേണ്ടത്, പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഓരോരോ വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം നമ്മൾ പോയതായിട്ട് ഇങ്ങനെ ഇത് മറന്നു പോകരുത്. അത് മാത്രമേ പറയാനുള്ളൂ എനിക്ക്. വേറെ ഒന്നും പറയാനില്ല ഇതിനെ പറ്റിയിട്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ന്യൂസ് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ പിന്നെ വന്ന് പറയും, ഒരിക്കലും മറന്നു പോകത്തില്ല ഈ കേസ് അങ്ങനെ വിടരുത്. നമ്മൾ സ്ട്രോങ് ആയിട്ട് പിടിക്കണം. അതാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി. ഇതൊക്കെ നിങ്ങൾ പിന്നെ എന്താ പറയുക, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ശക്തമായിട്ടുള്ളിടത്തോളം കാലം നമുക്കൊരു പേടിയില്ല. അതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി വേണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.